ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് എഗ് റോസ്റ്റ് തയ്യാറാക്കാം. ഞാനിന്ന് ഡയറക്റ്റായിട്ട് പ്രിപ്പറേഷനിലോട്ട് തന്നെ കിടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിനനുസരിച്ച് എന്തൊക്കെ ചേരുവകൾ എപ്പോഴൊക്കെയാണ് ചേർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇതുപോലത്തെ കറി ഉണ്ടാക്കാനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ കൂടുതലായിട്ട് മുട്ടക്കറിയിലും അതുപോലെ തന്നെ ഇറച്ചിക്കറിയിലും ഒക്കെ ചേർക്കുന്ന ഇതിൻ്റെ രുചിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ പുറമൊക്കെ ഒന്ന് വാടി തുടങ്ങുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 വലിയ സവോള ചതുരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. സവോള കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല രുചിയും കിട്ടും. അതുപോലെ തന്നെ നമ്മളുണ്ടാക്കുന്ന കറിയുടെ ഗ്രേവിയും നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിത് നടുവേ ഒന്ന് കീറിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. സവോള പകുതിയോളം വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പുളിരസം ഒരുപാട് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പുളിരസം മതിയെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഈ കറിക്ക് കിട്ടും. അപ്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ സിമ്മിലോ ഇട്ട് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പൊടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. അതിൻ്റെ പച്ചമണം എല്ലാം മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കുന്നത് അത്ര നന്നല്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രേവിയിൽ നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് മയപ്പെട്ട് വരണം. ഇപ്പോൾ ഇതുപോലെ കറിയുടെ ഗ്രേവിയൊക്കെ കുറുകി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ
നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ട ഇതുപോലെ വരഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം അല്പം മസാലയൊക്കെ ഈ മുട്ടയിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 മുട്ടയാണ് എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ മുട്ടയിലോട്ട് മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ടും അല്പം ഗ്രേവിയൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മുട്ടയിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാകത്തിന് ഇതുപോലെ ചെറുതീയിൽ 1-2 മിനിറ്റ് ഒന്നുകൂടി ഇതൊന്ന് കിടക്കട്ടെ. അപ്പം മുട്ടയിലോട്ട് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ ഒന്നുകൂടെ തെളിഞ്ഞ് നല്ല രുചിയായിട്ട് കറി നമുക്ക് കിട്ടും. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് ഉപ്പ്, പുളി, എരിവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എഗ് റോസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.